ഞാനിവിടെ രാഷ്ട്രീയ വിഷയങ്ങളിൽ കൂടുതൽ കടക്കാനല്ല കാരണം ആ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് എൻ്റെ മുമ്പ് സംസാരിച്ച എൻ്റെ സുഹൃത്ത് ശ്രീമാൻ രതീഷ് ചക്രപാണി ഇവിടെ സാമാന്യം വിശദമായി സംസാരിക്കും. ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കായംകുളം നഗരത്തിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഭയാനകമായിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ കുട്ടികളെ കായംകുളം എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഒരു മുനിസിപ്പാലിറ്റി. ഈ പ്രദേശത്ത് ആദ്യത്തെ മുനിസിപ്പാലിറ്റിയാണ് കായംകുളമെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. രാജാഭരണകാലത്ത് തിരുവിതാംകൂറിലെ രാജാവ് കായംകുളത്തെ രാജാവിനെ തോൽപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും 4-5 പ്രാവശ്യം കായംകുളത്ത് നാട്ടുരാജാവിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല, തോറ്റോടേണ്ടി വന്നിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നു. കുട്ടികളെ ഈ പ്രദേശത്തെ ഈ തിരുവനന്തപുരം പോലെ ഞാൻ പറഞ്ഞല്ലോ ഈ എറണാകുളം വരെയുള്ള പ്രദേശത്തെ ഏറ്റവും വാണിജ്യ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് കായംകുളം. ആ കായംകുളത്തെ ജനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിഭീകരമായ ഒരു പ്രശ്നം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വികലമായിട്ടുള്ള അല്ലെങ്കിൽ തലതിരിഞ്ഞ ദേശീയ പാതാ വികസനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ദേശീയ പാതയുടെ വികസനം വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ നിൽക്കട്ടെ, എന്തായാലും ദേശീയപാത വികസനം നടക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ അന്ധമായിട്ട് നമ്മൾ എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ ഈ ദേശീയപാത വികസനം കായംകുളത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടിയാണ് കയറി പോകുന്നത് എന്ന് വരുമ്പോൾ ആ ദേശീയപാത വികസനത്തെ നമുക്ക് പല്ലും നഖവും ഉപയോഗിച്ച് നമുക്ക് എതിർക്കാം. നമുക്ക് ദേശീയപാത വികസനം നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും വലിയ എലിവേറ്റഡ് ഹൈവേകളിലൂടെ ദേശീയപാത വികസനം നടക്കുന്നത് നമുക്ക് കാണാം. എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ദേശീയപാത വികസനം 6 വരി ദേശീയപാത വികസനം നടന്നു കഴിഞ്ഞാൽ പിന്നെ ദേശീയപാതയിലേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നിയന്ത്രിതമായിട്ട് മാത്രമേ ആളുകൾക്ക് ദേശീയപാത കടന്നു പോകാനൊക്കെ പറ്റുള്ളൂ. അതിന്റെ ടോൾ അതിന്റെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ദേശീയപാത വികസനം കായംകുളത്ത് വരുമ്പോൾ കായംകുളത്തെ വെട്ടിമുറിച്ചുകൊണ്ടാണ് ഈ ദേശീയപാത വികസനം നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. മനസ്സിലാക്കണമെന്നല്ല, അത് മനസ്സിലാക്കിയ നിങ്ങളോട് അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ വിശദമായി പറയുകയും ആ വിഷയത്തിൽ ഒരു നിലപാട് പറയാനുമാണ് ഞാൻ. ഈ ദേശീയപാത യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കായംകുളത്തെ 2ആയി വെട്ടിമുറിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് കുറച്ച് പറയാൻ. കായംകുളത്തിന്റെ നഗര ഹൃദയാകൃതിയായിട്ടുള്ള ഷഹീദാപ്പള്ളി മുതൽ എക്സ്പോ ജംഗ്ഷൻ വരെയുള്ള ഏതാണ്ട് 2.18 കിലോമീറ്റർ ദൂരത്ത് ആകെ GDM ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് മാത്രം ഒരു അടിപ്പാത നിർമ്മിച്ചുകൊണ്ട് ആലപ്പുഴ നഗരത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ ദേശീയപാതയുടെ പടിഞ്ഞാറ് വശം കിഴക്ക് വശം എന്നുള്ള നിലയിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഇന്ന് വെട്ടിമുറിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് മുതുകുളം, കാർത്തികപ്പള്ളി, കായംകുളം മുതലായിട്ടുള്ള റോഡുകളിൽ നിന്ന് MSM കോളേജ് ജംഗ്ഷൻ വഴി കടന്നു പോകുന്ന റോഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ. എന്നാൽ ഇപ്പോഴത്തെ രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ നിർമ്മിക്കുന്ന ദേശീയപാതയിൽ ഒരേ ഒരു അടിപ്പാത മാത്രം, അത് KSRTC ബസ് സ്റ്റാൻഡ് ഏതാണ്ട് 220 മീറ്റർ തെക്ക് മാറിയുള്ള ഒരു അടിപ്പാത മാത്രം കായംകുളത്തുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കായംകുളത്തെ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും ഈ ദേശീയ
ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്താണ് എന്നുള്ള സ്ഥിതി വരുന്നു. 2000-ൽ അധികം കുട്ടികൾ പഠിക്കുന്ന MSM കോളേജ് മുതൽ 16-17ഓളം വരുന്ന സ്കൂളുകൾ, പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, താലൂക്ക് ആഫീസ്, ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാ വാണിജ്യ ഈ പറഞ്ഞ പോലെ ജനങ്ങൾ ഇടപെടുന്ന സ്ഥാപനങ്ങളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റോഡിന്റെ പടിഞ്ഞാറ് കിഴക്ക് ഭാഗം. എന്നാൽ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തോ ഏതാണ്ട് 5ഓളം പഞ്ചായത്തുകളിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അവര് റോഡിന്റെ ഒരു ഭാഗം, മറുഭാഗത്താണ് അവരുപയോഗിക്കുന്ന ഏതാണ്ട് 99% സ്ഥാപനങ്ങളും മറുഭാഗത്താണ്. എന്നാൽ റോഡിന്റെ പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ദേശീയപാത നിർമ്മാണം കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്ക് പോകാൻ അവശേഷിക്കുന്നത് ഒരേ ഒരു അടിപ്പാത മാത്രമാണെന്ന് വരുമ്പോൾ എത്ര ഭീകരവും ഭയാനകവുമായിരിക്കും സാഹചര്യം നമ്മൾ കണ്ടു. ഇവരെല്ലാവരും കൂടെ എങ്ങനെ ഒരു തുരങ്കത്തിലൂടെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ അപ്പുറത്തേക്ക് പോവോ? അധികാരികൾ കാണുന്നുണ്ടോ? അതായത് ഇപ്പോഴുള്ള ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ പറഞ്ഞ KSRTC കമലാലയം, ONK ജംഗ്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു 4-5 സ്ഥലങ്ങളിലൂടെ ഇപ്പോഴുള്ള ദേശീയപാതയുടെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള പഴയ ദേശീയപാതയുടെ ഭാഗമായിട്ട് ആളുകൾ അങ്ങോട്ടും കിടക്കാൻ പറ്റുന്നുണ്ട് 4-5 സ്ഥലത്ത്. എന്നാൽ ഈ ദേശീയപാത 6-വരിപ്പാത നിർമ്മിച്ചു കഴിയുമ്പോൾ ഈ റോഡിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഒരു അടിപ്പാതയിലൂടെ ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് വരുന്നത്? എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ ഇതിനുള്ളൊരു പരിഹാരം എന്താ? ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കായംകുളത്തിന്റെ നഗര ഹൃദയാതിർത്തിയായ പള്ളി മുതൽ എക്സ്പോ ജംഗ്ഷൻ വരെ നീളുന്ന 2.18 കിലോമീറ്റർ ദൂരമുള്ള ഒരു എലിവേറ്റഡ് ഹൈവേ എന്നുള്ളതാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം. എത്രയോ സ്ഥലങ്ങളിൽ എലിവേറ്റഡ് ഹൈവേ, ഇപ്പൊ നമ്മൾ എറണാകുളം മുതൽ അന്നൂർ മുതൽ നോക്കിയാൽ എത്രയോ സ്ഥലങ്ങളിൽ എലിവേറ്റഡ് ഹൈവേ ഉണ്ടാകുന്നു. അവിടെങ്ങളിലെല്ലാം എലിവേറ്റഡ് ഹൈവേ ഉണ്ടായിട്ടും ഇത്രയേറെ വാണിജ്യ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ റോഡിന്റെ ഒരു വശത്ത് നിൽക്കുകയും അവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അതിഭീകരവും ഭയാനകവുമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടും അതിലെന്ത് പരിഹാരമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്ക്. 2004-ലോ 2005-ലോ വന്ന സുനാമി ഓർമ്മയിൽ അതുപോലെ ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ ഈ ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്തുള്ള ജനങ്ങളെ ആകെയുള്ള ഒരു അടിപ്പാതയിലൂടെ നമുക്ക് കിഴക്ക് വശത്തെത്തിക്കാൻ പറ്റുമോ? മഹാദുരന്തമായിരിക്കില്ലേ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ വൈകല്യത്തിനെതിരെ, ഈ ദേശീയപാതയിലൂടെ ഈ വികലമായിട്ടുള്ള വികസനത്തിനെതിരെ ഇവിടെയുള്ള ജനങ്ങൾ വർഷങ്ങളായി സമര പോരാട്ട രംഗത്താണ്, വർഷങ്ങളായി സമര പോരാട്ട പ്രക്ഷോഭ രംഗത്താണ്. പക്ഷെ എന്തെങ്കിലും ഒരു അടക്കമുണ്ടോ ഭരണാധികാരികൾക്ക്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സമര സമിതിയുണ്ട്. ആ സമര സമിതി എത്ര കാലമായി ഈ വികലമായിട്ടുള്ള ഈ വിഷയത്തിൽ ഒരു മാറ്റം വേണമെന്നും ഇവിടെ ഒരു എലിവേറ്റഡ് ഹൈവേ വേണമെന്നുള്ള ആവശ്യം പിന്നെ ജനങ്ങളുടെ മുമ്പിൽ, ഭരണാധികാരികളുടെ മുമ്പിൽ ഉന്നയിക്കുന്നു. അതിലെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഈ ഷഹീദാ പള്ളിയിൽ നിന്ന് എക്സ്പോ ജംഗ്ഷനിലേക്ക് ഒരു എലിവേറ്റഡ് ഹൈവേ പണിയുന്നുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാവും. ആ പ്രപ്പോസൽ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കൂ എന്ന് ഈ സമരസമിതി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ടാണ് എനിക്ക് കേൾക്കുന്നത്. അട്ടിമറിക്കപ്പെട്ടു. അപ്പൊ പ്രപ്പോസൽ ഉണ്ടായിരുന്നു, ആ പ്രപ്പോസൽ അട്ടിമറിക്കപ്പെട്ടു. ഈ സമരസമിതിയുടെ നേതാക്കന്മാർ ഈ ആലപ്പുഴ ജില്ലയിലെ MP മാനിക്കുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ ചെന്നിരുന്നു. പിണറായി വിജയൻ ക്രുദ്ധനായി കോപാക്രാന്തനായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല നോക്കി നോക്കിയിട്ട് ആര്യത്തിലൂടെ വന്ന് നിങ്ങൾ ആലപ്പുഴ പോയി വോട്ട് പിടിക്കാൻ നോക്കൂ എന്നാണ് അയാൾ പറഞ്ഞത്. എന്ന് മാത്രമല്ല നവ കേരള സദസ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി നടപ്പിലാക്കിയിരുന്നല്ലോ പിണറായി സർക്കാർ. അതിന്റെ ഭാഗമായി ആ സദസ്സ് കായംകുളത്ത് വന്നപ്പോൾ ഈ കായംകുളത്തെ പൗരപ്രമുഖർ
മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോഴും മുഖ്യമന്ത്രി ഏറ്റവും നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് അന്ന് അവരോട് കൈക്കൊണ്ടത് എന്നാണ് എനിക്കറിയാം. അത് ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നം. എന്താ ഇതിനകത്ത് നിശ്ചിത താല്പര്യമുണ്ടെന്നുള്ളത് ഉറപ്പല്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാനല്ലേ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ശ്രമിക്കുന്നത്. പക്ഷെ അതിന് ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളെക്കാൾ ഈ ഗവൺമെന്റിന് നിക്ഷിപ്ത താല്പര്യമാണ് പ്രധാനമെന്നുള്ളതല്ലേ അതിൽ നിന്ന് വരുന്നത്. അത് ഒരു വശത്ത്. മറുവശത്ത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഇവിടെ കണ്ടില്ല, പോസ്റ്റ് ഞാൻ കണ്ടില്ല, റോഡിലേക്ക് ഇറങ്ങിയാൽ കാണാം എലിവേറ്റഡ് ഹൈവേ പിന്നെ കൊണ്ടുവരാത്ത ഗവൺമെന്റിന് വോട്ടില്ല, KCക്ക് വോട്ട് എന്നും പറഞ്ഞിട്ട് റോഡിലൊക്കെ ഇരിപ്പുണ്ട്, വലിയ ബോർഡുകളും ബാനറുകളും ഇരിപ്പുണ്ട്. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഈ വിഷയം വന്നിട്ട് കൊല്ലം 4-5 ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കായംകുളത്തെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രശ്നമല്ലായിരുന്നുണ്ട്. ഇത് കായംകുളത്തെ 10,000-കണക്കിന് വരുന്ന ജനങ്ങളെ അണിനിരത്തി വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ പിന്നെ ഒരു എലിവേറ്റഡ് ഹൈവേ ഉണ്ടാക്കാൻ എന്തേ UDF-കാരാ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങിയില്ല? സമരങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടത്തിയിട്ടുണ്ട്, അത് കാണുന്നുണ്ട്. ആ സമരം കൊണ്ടുപോലും ഈ പിണറായി ഗവൺമെന്റ് തീരുമാനത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ? പക്ഷെ കഴിയുമായിരുന്നു. എങ്ങനെ കഴിയുമായിരുന്നു? ഇതിൽ ഇരകളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ, അല്ലെങ്കിൽ ഇതിന്റെ ഇരകളായിട്ടുള്ള 10,000-കണക്കിന് ആളുകളെ റോഡിലിറക്കി സമരം ചെയ്തിരുന്നുവെങ്കിൽ, കായംകുളത്തെ സ്തംഭിപ്പിക്കുന്ന സമരങ്ങൾ UDF-ന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നുവെങ്കിൽ ഇവിടെ എലിവേറ്റഡ് ഹൈവേ ഇതിനുള്ളിൽ പണി തുടങ്ങിക്കഴിയുമായിരുന്നു. അപ്പൊ അന്നൊന്നും അത് ചെയ്യാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് തട്ടാൻ വേണ്ടി എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാത്തവർക്ക് വോട്ടില്ല, KCക്ക് വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. അതുപോലെ BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെ നിൽപ്പുണ്ട്, ശോഭാ സുരേന്ദ്രൻ. അവർ കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഇവിടെ എലിവേറ്റഡ് ഹൈവേ പണിയാൻ പാടില്ലായിരുന്നു. അതായിരുന്നു തടസ്സം. ഇവിടെ എലിവേറ്റഡ് ഹൈവേ പണിയുന്നത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനമായിരുന്നില്ല. അത് ചെയ്യാൻ BJPക്ക് എന്തായിരുന്നു തടസ്സം? BJPയും അത് ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി വരുന്നു, അവർ സമരസമിതി നേതാവിനെ കാണുന്നു, നിവേദനം മേടിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളതിൽ സൂചിപ്പിക്കാനുള്ളത്, ഈ എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്ന ഈ വിഷയത്തോട് ഒരു മുന്നണിക്കും ആത്മാർത്ഥമായ താല്പര്യമില്ല എന്നാണ്. അവർക്ക് തെരഞ്ഞെടുപ്പിലെ വോട്ടാണ് പ്രധാനം എന്നുള്ളത്. ഒരു മുന്നണി ഈ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിശ്ചിത താല്പര്യക്കാരുടെ കൂടെ നിൽക്കുന്നെങ്കിൽ മറ്റ് 2 മുന്നണികൾക്കും ലക്ഷ്യം ജനങ്ങളുടെ താല്പര്യമല്ല, ജനതാല്പര്യമല്ല, മറിച്ച് വോട്ട് മാത്രമാണ് എന്ന് ഇവിടെയുള്ള വോട്ടർമാർ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ഞാൻ എന്റെ നിലപാടിനെ കുറിച്ച് പറയാം. ഞാൻ ഈ കായംകുളത്തുകാരുടെ വിഷയത്തിൽ ഈ കായംകുളത്തെ ഇരകളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്കൊപ്പമാണ് ഞാൻ. പക്ഷെ എനിക്കൊരു പ്രത്യേകതയുണ്ട്, എന്താ പറയാമോ? എന്റെ തലച്ചോറ് ഒരു കമ്മിറ്റി ഓഫീസിൽ ഞാൻ പണയം വെച്ചിട്ടില്ല. എന്റെ തലച്ചോറ് ഞാൻ CPM-ന്റെ ഓഫീസിൽ പണയം വെച്ചിട്ടില്ല. കാരണം ഞാൻ സ്വതന്ത്രനാണ്. ഞാൻ ഇവിടെ നിന്ന് ജനപ്രതിനിധിയായി വിജയിച്ചാൽ എന്നെ നയിക്കുന്നത് കോൺഗ്രസുകാരുടെയോ കമ്മ്യൂണിസ്റ്റുകാരുടെയോ പാർട്ടി ഓഫീസിലെ തീട്ടൂരങ്ങളായിരിക്കില്ല. ഞാനിവിടെ നിന്ന് ജനപ്രതിനിധിയായി ജയിച്ചാൽ കായംകുളത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ ദുരിതപൂർണമായിട്ടുള്ള ഈ പ്രശ്നത്തിന് മുന്നിൽ അവസാന ശ്വാസം വരെ നെഞ്ഞു പിരിച്ച് ഇടതടവില്ലാതെ അചഞ്ചലമായി പോരാടിക്കൊണ്ട് നിൽക്കും. അതെനിക്ക് ഒരുത്തന്നെ അനുവാദം ആവശ്യമില്ല. കാരണം എനിക്ക് വരുമ്പോൾ കോൺഗ്രസ്സുകാരനാണെങ്കിൽ കോൺഗ്രസ്സുകാരുടെ കമ്മിറ്റി തീരുമാനിക്കണം. ഇവിടെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിഷയമാണെങ്കിലും കോൺഗ്രസ്സുകാരുടെ കമ്മിറ്റി തീരുമാനിക്കാതെ അവിടേക്ക് പോകാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ അവരുടെ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ച് ഒപ്പിട്ട് അവരുടെ കയ്യിൽ കൊടുക്കണം. എന്നാലേ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പോലും അവർക്ക് ഇടപെടാം. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കും. ഒരു കാര്യം എനിക്ക് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളോട് പറയാം. കാരണം എന്റെ മനസാക്ഷിയെ നയിക്കുന്നത് ആദ്യമായി അവസാനമായി ഞാനാണ്. എന്റെ മനസാക്ഷി തീരുമാനിക്കുന്നത് ഞാൻ തീരുമാനിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ കായംകുളത്തെ ജനതയുടെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നമാണിത് എന്ന് എനിക്ക് ബോധ്യമായി. ഈ വിഷയത്തിൽ ഇവിടെ എലിവേറ്റഡ് ഹൈവേ കൊണ്ടുവരാൻ
ഇവിടുത്തെ CPM-ന്റെ ആളുകൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളത് ഈ വിഷയം പഠിച്ചപ്പോൾ എനിക്ക് കൃത്യമായി തോന്നി. ഇവിടുത്തെ കായംകുളത്ത് അവർക്ക് MLA ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ആലപ്പുഴയിൽ MP-യും ഉണ്ട്. എന്നിട്ടും ഈ കായംകുളത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജനകീയ പ്രശ്നത്തിന് മുന്നിൽ മുഖം തിരിച്ചു നിൽക്കുകയാണ് CPM എന്ന് എനിക്ക് തോന്നി. UDF-കാരനും ഇതിപ്പോ വലിയ പ്രശ്നമാണ്, കാരണം തെരഞ്ഞെടുപ്പാണ്. BJP-യുടെ കാര്യക്കാരും ഞാൻ നേതൃത്വം കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കും. ഈ പ്രശ്നത്തിന് മുന്നിൽ അചഞ്ചലമായി നിൽക്കാനും പോരാടാനും കഴിയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാം. പക്ഷേ ഞാനൊരു സാധാരണ സ്ഥാനാർത്ഥിയാണ്. 40-50 പോസ്റ്ററുകളിൽ 40-50 ഷർട്ടിട്ട് നിൽക്കുന്ന ആരിഫിനെ പോലെ നിൽക്കാൻ എനിക്ക് എന്തെങ്കിലും പൈസയില്ല. നിങ്ങൾ നോക്കിയാൽ കാണാം AM ആരിഫിന്റെ പോസ്റ്റർ. ഒരു പോസ്റ്ററിലെ ഷർട്ട് വേറൊരു പോസ്റ്ററിൽ കാണാൻ പറ്റുമോ? വേറൊരു പോസ്റ്ററിലെ ഷർട്ട് വേറൊരു പോസ്റ്ററിൽ കാണാൻ പറ്റുമോ? അതാണ് ഇന്നത്തെ കമ്മ്യൂണിസം. പണ്ട് അധ്വാനത്തിന്റെ കാലത്തും പി കൃഷ്ണപിള്ളയുടെ കാലത്തുമുള്ള കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കമ്മ്യൂണിസം. ഇന്നത്തെ കമ്മ്യൂണിസം ഇതാണ്. ആരിഫുമാരുടെ കമ്മ്യൂണിസമാണ് ഇന്നത്തെ കമ്മ്യൂണിസം. ആരിഫ് കൈവച്ച് നിൽക്കുന്നു, ആരിഫ് കൈവൂക്കി നിൽക്കുന്നു, ആരിഫ് 40-50 ഷർട്ടിൽ നിന്ന് ഇങ്ങനെ അർമാദിക്കുന്നു എന്നിട്ട് ആരിഫ് പറയുകയാണ് ഞാൻ കൂടെയുണ്ട് എന്ന്. അപ്പൊ കൂടെയുണ്ട് എന്ന് ആരിഫ് പറയുമ്പോൾ ആരിഫിന് കൂടെ ഇല്ലായിരുന്നു എന്നുള്ള സംശയമുണ്ടോ എന്നാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ നേതാക്കന്മാരുടെ ഒന്നും പണത്തിന്റെ പുറപ്പിനൊപ്പം നിൽക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷേ ഒരു പണക്കാരനെയും കോടീശ്വരനെയും മുമ്പിൽ ഞാൻ മുട്ടുമടക്കില്ല. ചിലപ്പോൾ വീണ്ടും മരിക്കുമായിരിക്കും, പക്ഷെ ഞാൻ മുട്ടുമടക്കില്ല. എനിക്ക് ആരിഫിന്റെ ആളുകളോട് ചോദിക്കാനുള്ളത്, തോട്ടപ്പള്ളിയിൽ കോടികളുടെ കൊള്ള നടത്തുന്ന ശശിധരൻ കർത്താവുണ്ട്. ശശിധരൻ കർത്ത കള്ളനാണെന്നൊരു വാക്ക് പറയാനുള്ള ചങ്കുറപ്പ് ആരിഫിനുണ്ടോ? ഉണ്ടോ? ഇല്ല. KC വേണുഗോപാലില്ല. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ലോട്ടറി രാജാവിന്റെ പണമാണ് മേടിക്കുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്റെ മുന്നിൽ സംസാരിച്ച ചിന്തിച്ചു. പക്ഷെ ഈ നേതാക്കന്മാരുടെ ഈ ശതകോടീശ്വരന്മാരുടെ മുമ്പിൽ വിനീത വിധേയനായി തൊഴുകയോടെ ഞാൻ എന്തായാലും നിൽക്കാൻ ഉദ്ദേശിച്ചു. കാരണം ഞാൻ അവരുടെ പൈസ എല്ലാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ മുമ്പിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത ഒരു സാധാരണ പൊതുപ്രവർത്തകനാണ് ഞാൻ. പക്ഷെ എനിക്ക് പരിപാലനമായ പരിശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ജനകീയ പ്രശ്നങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമാവുകയാണ്. അത് എനിക്ക് രണ്ടായിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമാണെങ്കിൽ നിങ്ങൾ എനിക്ക് അനുകൂലമായി നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. എനിക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാറുണ്ട്. ഈ ആരിഫിന്റെ ആളുകൾ അവർ ആലപ്പുഴ യോഗത്തിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഷാജഹാൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് KM ഷാജഹാൻ എന്ന് പറഞ്ഞ ഷാജഹാന് പകരമായി ഒരു അപരനെ വെച്ചിരിക്കുന്നു CPM-കാർ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. UDF-നെതിരെയും അപരനില്ല, BJP-ക്കെതിരെയും അപരനില്ല. പക്ഷെ KM ഷാജഹാൻ ഒരു അപരൻ. എനിക്ക് മനസ്സിലായി അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. രണ്ട്, ഇവരുടെ ചില CHU-ക്കാർ ഇപ്പോൾ വലിയ പ്രവർത്തനം എന്തൊക്കെ പറയും, കത്തിക്കും കൊല്ലും എന്നൊക്കെ പറയുന്നതാണ്. എനിക്ക് ആകെ പറയുള്ളത് ഈ പ്രചരണ വാഹനമാണ്. ആരിഫിനെ പോലെ 100 കണക്കിന് പ്രചരണ വാഹനത്തിനുള്ള പച്ചനോട്ട് തൂക്കുകളെ ഇല്ല. പ്രചരണം നടത്തി പോകുമ്പോൾ ചില CHU-ക്കാർ അറിയില്ല, CHU-ക്കാരാണോ ഈ ക്രിമിനലുകളാണോ മനസ്സിലൂടെ കത്തിക്കും. കാരണം ഇപ്പോഴത്തെ CHU-ക്കാരോ പ്രധാനമന്ത്രി കത്തിക്കില്ല, രാഷ്ട്രീയ പ്രവർത്തനമല്ല. എന്താണെന്നറിയോ, ഞാൻ VS-ന്റെ പേര് പറയുന്നത് VS അവരുടെ സ്വകാര്യ സ്വത്താണെന്നാണ് അവരുടെ വിചാരം. അല്ല, VS കേരളത്തിലെ പൊതുജനങ്ങളുടെ പൊതുസ്വത്താണെന്ന് തോന്നുന്നത്. ആ VS-നോട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് കത്തിക്കുന്നത് എന്നാൽ പിന്നെ എന്നെ കൂടിയിട്ട് കത്തിക്കോട്ടെ ഞാൻ അത്രയേ ഉള്ളൂ. കാരണം TP ചന്ദ്രശേഖരന്റെ മുഖത്ത് 51 വെട്ടി പോകുന്ന പാർട്ടിക്ക് എന്നെ കൂട്ടിയിട്ട് കത്തിക്കാനും പ്രശ്നമുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ കത്തിക്കുന്നതാണ് വരെയെങ്കിലും നീളിച്ച് നിന്നുകൊണ്ട് 54 ഇഞ്ച് ഞാൻ നെറ്റി വെളിച്ച് കാണിച്ചുകൊണ്ട് ഈ അനീതിക്കെതിരെയും അഴിമതിക്കെതിരെയും ഈ വൃത്തികേടുകൾക്കെതിരെയും ഉള്ള പോരാട്ടങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കും എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളൂ. അതിൽ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ കാര്യത്തിൽ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം എന്ന് മാത്രം വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും.